അങ്ങനെ കുറേ നാളിന് ശേഷം ഇന്നൊരു സിനിമ കാണാൻ പോകാൻ കേട്ടോ. ഇതിലിപ്പോ എന്തത്ര പുതുമാന്ന് ചോദിച്ചാൽ സിനിമയുടെ പേരെന്താ, ഏത് ഭാഷയിലുള്ളതാ, ആരാ ആക്ടേഴ്സ്, ഒരു വിവരം അറിയാതെ ഞാൻ ആദ്യമായിട്ട് സിനിമ കാണാൻ പോവാണേ. കണ്ണൂർ തന്നെ സെക്യൂറ മാളില് സിനിപോളിസിലാണ് കേട്ടോ ടിക്കറ്റ് ബുക്ക് ചെയ്തത്. ടിക്കറ്റ് ബുക്ക് ചെയ്ത് ഫ്രണ്ട്സ് ആയിരുന്നു കേട്ടോ. അപ്പൊ അവര് വരാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ചു നേരം വെയിറ്റ് ചെയ്തു. കാൽടെക്സ് കഴിയുമ്പോഴേക്ക് തന്നെ നല്ല ബ്ലോക്കായിരുന്നു. ബൈക്കിലായതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് ഇങ്ങെത്തി. മാളിന്റെ ഏറ്റവും ടോപ്പിലായിരുന്നു കേട്ടോ സിനിപോളിസ്. ഫ്രണ്ട്സ് ഒക്കെ എത്തിയതിനു ശേഷം നമ്മൾ അകത്തേക്ക് കയറി. സെക്യൂരിറ്റി ചെക്കിംഗ് ഒക്കെ നല്ല സ്ട്രിക്റ്റ് ആയിരുന്നു കേട്ടോ. കൊണ്ടുപോയ ബാഗൊക്കെ അവർ ചെക്ക് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ അകത്തേക്ക് കയറ്റുന്നത്. അങ്ങനെ സിനിമ കാണാൻ പോയി ടാക്കീസിനകത്ത് കയറി സീറ്റിലിരുന്നതിന് ശേഷം ഞാൻ സിനിമയുടെ പേരറിഞ്ഞു. സൂ ഫ്രം സോ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്ത കന്നഡ ഫിലിമാണ് കേട്ടോ. ദുൽഖറിന്റെ വേഫെയർ ഫിലിംസ് ആണ് ഇത് റിലീസ് ചെയ്തത്. സിനിമയെ പറ്റി പറയാനാണെങ്കിൽ അൺലിമിറ്റഡ് ഫൺ പ്ലസ് ലോജിക്, അടിപൊളി പടമായിരുന്നു കേട്ടോ. സൂപ്പറായിട്ട് എല്ലാവരും എൻജോയ് ചെയ്തിട്ടാണ് പടം കണ്ടിറങ്ങിയത്. പടം തുടങ്ങിയത് മുതൽ അവസാനിക്കുന്നത് വരെ തിയേറ്റർ കംപ്ലീറ്റ് ചിരിയായിരുന്നു കേട്ടോ. കുറേ നാളിന് ശേഷമാണ് ശരിക്കും ഇത്രയും ഫണ്ണായിട്ടുള്ള ഒരു മൂവി കാണുന്നത്. ഇമോഷൻസും ഫണ്ണും ലോജിക്കും ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഇത്രയും നല്ലൊരു പടം കണ്ടിട്ട് ഒരുപാട് കാലമായി കേട്ടോ. ഫുള്ളി സാറ്റിസ്ഫൈഡ് ആയിട്ടൊരു പടം കണ്ടിറങ്ങിയതിന്റെ സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത കാര്യമാണ് കേട്ടോ. ഒരുപാട് നാളിന് ശേഷമാണ് ഒരു സിനിമ കണ്ടിറങ്ങിയിട്ട് അത് വീണ്ടും ഒന്നുകൂടി കാണണമെന്ന് ശരിക്കും തോന്നിയത്. അങ്ങനെ ഏകദേശം ഒരു 10:50 നമ്മളിതാ സൗദി ഷവായിൻ്റെ മുമ്പിൽ എത്തിയിട്ടുണ്ടേ. അപ്പോഴേക്കും അവിടെ എല്ലാം കഴിഞ്ഞ് അവർ ക്ലീനിങ്ങിലായിരുന്നു. അങ്ങനെ അവിടുന്ന് നേരെ ഇതാ സീതാപാനിയിലെത്തിയിട്ടുണ്ടേ. ആളും തിരക്കും ഒന്നുമില്ലാതെ ശാന്തമായിട്ടൊരു സ്ഥലം. അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്ത ഐറ്റംസ് ഒക്കെ വന്നു. അൽഫാം ചിക്കൻ മന്തിയും അതുപോലെ പെരി പെരി ചിക്കൻ മന്തിയും. ഞാൻ അൽഫാം ചിക്കൻ മന്തിയാണ് കേട്ടോ പറഞ്ഞത്. ഫുഡ് എനിക്ക് ഇഷ്ടമായി, അടിപൊളിയായിരുന്നു. മന്തി പൊതുവെ എനിക്ക് അത്ര ഇഷ്ടമില്ലാത്തൊരു ഐറ്റാണ് കേട്ടോ. പക്ഷെ എനിക്ക് ഇന്ന് കഴിച്ചതെന്തോ വളരെ ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഫുഡൊക്കെ ആസ്വദിച്ച് കഴിച്ച് ഇറങ്ങുമ്പോഴേക്ക് ഏകദേശം ഒരു 12 മണിയൊക്കെ ആയിരുന്നു കേട്ടോ. വീക്കെൻഡ് അല്ലാത്തൊരു ദിവസം ഒട്ടും എക്സ്പെക്ട് ചെയ്യാതെ ഒരു മൂവി കാണാനും നല്ലൊരു ഫുഡ് കഴിക്കാനും പറ്റിയതിൽ വളരെ ഹാപ്പിയാണ് കേട്ടോ. എൻജോയ്മെന്റ് ഓരോരുത്തർക്കും ഓരോ തരത്തിലായിരിക്കും അല്ലേ.